പഠിത്തമൊന്നുമില്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് കുഞ്ഞന്മാർ രണ്ടുപേരും നല്ല സൂപ്പർ ഉറക്കത്തിലാട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പത്രമൊക്കെ ഒന്ന് വായിച്ച് ഒരു കപ്പ് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അവധിയുള്ള ദിവസമാണല്ലോ, നമുക്ക് സ്കൂളിൽ പോകണം. അച്ചുക്കുട്ടന് ഇന്ന് കിഡ്സ് ഫെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ മാസമായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പൊന്നൂസിനൊക്കെ വൈകിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അച്ചുക്കുട്ടനൊക്കെ ഉച്ചയ്ക്ക് 2 മണിക്ക് പരിപാടി തുടങ്ങും, ഉച്ച കഴിഞ്ഞിട്ട്. അപ്പം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിൽ ചെല്ലണം എന്നാട്ടോ പറഞ്ഞു. അച്ചുക്കുട്ടൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് അച്ചുവിൻ്റെ സ്കൂളിൽ പോകണം. രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെയാട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ പയ്യെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇഡലിമാവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഡലിമാവ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അപ്പച്ചപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിനി സാമ്പാർ വയ്ക്കണം. അപ്പോൾ സാമ്പാർ വയ്ക്കാനായിട്ട് ആദ്യം പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് കഷ്ണങ്ങളരിയാം.
നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ മീൻ വെട്ടാൻ ഇപ്പം പറ്റത്തില്ല കേട്ടോ. മത്തിയാണ് കിട്ടിയേക്കുന്നത്. അപ്പം എങ്ങനെയായാലും കുളിച്ചാലും ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ പിന്നെ സ്കൂളിൽ പോകണമല്ലോ. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് മീനൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരേക്കും നമുക്ക് മീൻ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചേക്കും കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാൻ പോകാം കേട്ടോ. വെച്ചിട്ട് നമുക്കിനി പയ്യെ സാമ്പാറിനുള്ള പരിപാടികൾ തുടങ്ങാം കേട്ടോ. അച്ഛനെ അപ്പോൾ നമ്മുടെ സാമ്പാറിനുള്ളതെല്ലാം അടുപ്പത്താണ്. ഇഡലി 2 ട്രിപ്പ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞന്മാരൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. സ്കൂളിൽ പോകണ്ടേ? ഇന്ന് അച്ചുക്കുട്ടൻ്റെ പരിപാടിയാണ് നമ്മൾ പറഞ്ഞല്ലോ. എത്ര മണിക്കാ പോകണ്ടേ? ഉച്ചക്ക് 12 മണിക്കാണ്. ഇപ്പൊ രാവിലെ പൊന്നുമണി ആയതേ ഉള്ളൂ. ഇവിടെ എവിടെയോ മരം മുറിക്കുമോ എന്തോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കേൾക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അവിടെ എവിടെയോ മരം മുറിക്കുമോ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പയ്യെ ചോറ് അരി അടുപ്പത്തിടണം, ചോറ് വയ്ക്കണം. ചീര ഇരിപ്പുണ്ട്, ചീരത്തോരനും വയ്ക്കാം. എന്നിട്ട് പിന്നെ വൈകിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് മീനൊക്കെ റെഡിയാക്കി കറിയൊക്കെ വയ്ക്കാം. ചിലപ്പോൾ ഇന്ന് എൻ്റെ അനിയത്തി കൊച്ചും കൂടെ വരുമായിരിക്കും കേട്ടോ വൈകിട്ട്. കാരണം നാളെ നമുക്ക് എൻ്റെ കസിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ വരും.
നമ്മുടെ രാവിലത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. രാവിലെ ഇഡലി സാമ്പാറും ആക്കി നമ്മള്. ചോറ് ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് തിളച്ച് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാന്ന് ഓർത്തിട്ടാട്ടോ. ഇപ്പം 10 മണിയായിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേക്കോ കേട്ടോ. നമ്മളിവിടെ മുളകിൻ്റെ അരിയും പാവലിൻ്റെ അരിയും ഒക്കെ ഇട്ട് പാകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ കോഴി വന്നിട്ട് അതെല്ലാം ചിക്കി ചകഞ്ഞ് കൊത്തിപ്പെറുക്കിയൊക്കെ കഴിക്കും. അതുകൊണ്ട് ഇപ്പോൾ കോഴി വരുമ്പോഴത്തേക്കും അച്ചുകുട്ടൻ ഓടിച്ചു വിടും കേട്ടോ. അപ്പം അതൊന്ന് കിളുത്ത് പൊങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് അച്ചുകുട്ടൻ വെയിറ്റിങ്ങിലാണ്. അല്ലെങ്കിൽ ഫുള്ള് നമ്മുടെ പറമ്പെല്ലാം ചിക്കി ചകഞ്ഞ് നാശാക്കി വെക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ശല്യമാണ് നമുക്ക്. അപ്പം നമ്മുടെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യണം? കുളിക്കണം പോകണം. അപ്പം ഞങ്ങളല്ല, ഞാൻ പോയി കുളിച്ച് റെഡി ആവട്ടെ. പിള്ളേരൊക്കെ രാവിലെ കുളിച്ചു. അച്ചുകുട്ടന് മറ്റേ ലാക്ടോ കലാമിൻ തേച്ച് കൊടുത്തതാട്ടോ അത്. പോകുമ്പോൾ മുഖം കഴുകിക്കളയാന്ന് വിചാരിച്ചു. അച്ചുകുട്ടൻ്റെ ഇടയ്ക്ക് ചൂടിൻ്റെ ഒക്കെ പ്രശ്നം വരുമ്പോൾ ഇനി മുഖത്തൊക്കെ ചൊറിഞ്ഞ് തടിക്കും, അങ്ങനെയൊക്കെ അലർജിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അച്ചുകുട്ടൻ ഇങ്ങനെ ലാക്ടോ കലാമിനൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര സ്നേഹം. ഇത്രയും ഭാഗ്യമുള്ളൊരമ്മ അല്ലേ? ചില സമയത്ത് വഴക്കാളി സ്വഭാവം കാണുമ്പോൾ എടുത്ത് പറമ്പിക്കൊണ്ട് കളയാൻ പോകുന്നു. അപ്പം ഞാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്ടോയ്ക്കാട്ടോ പോകുന്നത്. അപ്പം ഓട്ടോ ഒരു 11:30 ആകുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്കൂളിൽ പോവാം. അപ്പം ഞാൻ കുളി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ടു. പിന്നെന്താ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതും കഴിച്ച് കുഞ്ഞന്മാരൊക്കെ റെഡിയാക്കി നിർത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകണം. അപ്പോൾ ഓട്ടോ വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുഞ്ഞന്മാരെ കാണിച്ചു തരാവേ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. നീരു ബേബി, നെയ്തു ബേബി. അപ്പം ദാ രണ്ടുപേരും റെഡി ആയിട്ട് വെളി നിൽപ്പുണ്ട്. നീ എപ്പോഴാ വണ്ടി വരുന്നതെന്ന് ചോദിച്ച് രണ്ടുപേരും നിൽക്കുന്നേ. അപ്പം ഞാൻ ഇപ്പം വരും. വെയിൽ കൊള്ളണ്ട, വെയിലത്തുനിന്ന് അകത്തോട്ട് കയറിയിരിക്കാം. ഞാൻ അവിടെ ഇരുന്നു. അപ്പം ഞാൻ രണ്ടുപേർക്കും ഇച്ചിരി ഫുഡും സ്നാക്സും ഇത്തിരി വെള്ളവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചുവിൻ്റെ ബാഗ് അകത്താണോ? രണ്ടുപേരും ഇട്ടിരുന്ന ഡ്രസ്സെല്ലാം കട്ടിലേൽ ഊരിയിട്ടേക്കും കേട്ടോ. ഞാൻ ആദ്യം ഈ ബാഗ് എടുക്കാന്ന് വിചാരിച്ചു, പിന്നെ ഓർത്ത് 2 സൈഡ് ബാഗ് എടുക്കാന്നേ.
ഞാൻ റെഡി കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് കേൾക്കുമ്പോഴാണ് അതൊന്നും ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ കുട്ടികളുടെ സൗണ്ടും എക്കോയും ഒക്കെ കാരണം എൻ്റെ വോയിസിൽ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് 12 മണിയായപ്പം നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പം 2 മണിയാകുമ്പോഴാട്ടോ പരിപാടി തുടങ്ങുന്നത്. അപ്പം മിസ്സ് പറഞ്ഞു വേണമെങ്കിൽ പോയിട്ട് വരാം. പക്ഷെ നമുക്ക് പോയിട്ട് വരാമെന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല, കാരണം നമ്മുടെ അവിടെ നിന്ന് ഇത്തിരി ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികളെ ഒരുക്കുന്നതൊക്കെ മിസ്സുമാർ തന്നെയാണ്. അപ്പം പ്രോഗ്രാമിനുള്ള കുട്ടികളെല്ലാം ഒരു ക്ലാസ്സിൽ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് നേരത്തേക്ക് ഞാനും പൊന്നൂസും പോസ്റ്റ് അടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു. 1:30 ആയപ്പം അച്ചൂട്ടനും പൊന്നൂസിനും വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാളും അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാൻ ലഞ്ചായിട്ട് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ചൂട്ടനൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിരുന്ന നേരത്ത് പേരൻസിനോട് ഓഡിറ്റോറിയത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും പൊന്നൂസും കൂടി ഇതാ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് അരുൺ ഗിന്നസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ടി വിയിലും യൂട്യൂബിലും ഒക്കെ ഞാൻ അരുൺ ഗിന്നസിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ളൂ കേട്ടോ. നേരിട്ട് കാണാനൊരു അവസരം കിട്ടിയത് ആദ്യമായിട്ടാണ്. അത് ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ആളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളുടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നെങ്കിലും അച്ചൂട്ടൻ്റെ പരിപാടിയായപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്നു കേട്ടോ. എന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം തന്നെ ഏട്ടൻ അയച്ചു കൊടുത്തു. അച്ചയ്ക്ക് കുഞ്ഞിൻ്റെ പരിപാടി നേരിട്ട് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പിള്ളേരുടെ എല്ലാവരുടെയും പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ പയ്യെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അച്ചൂട്ടന് മടിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇവിടെ കളിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓട്ടോ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാമെന്ന് ഞാനും സമ്മതിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും പയ്യെ മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഓട്ടോ വന്നപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ടൊന്ന് പെയ്തങ്ങ് നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ അച്ചുകുട്ടൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി എല്ലാവർക്കും ഭയങ്കര ക്ഷീണം. അച്ചുകുട്ടൻ വേഗം പോയി കുളിച്ചിട്ട് അച്ചുകുട്ടൻ കയറി കിടക്കുകയാണ് കേട്ടോ. ഞാൻ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യെ ചായയൊക്കെ കുടിക്കണം. പൊന്നൂസും കുളിയൊക്കെ കഴിഞ്ഞിട്ട് TV കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം എനിക്കിനി മീൻ വെട്ടണം. അനിയത്തിയും കൊച്ചും ഹസ്ബൻഡും ഒക്കെ വരും. അപ്പം മീനുണ്ട്, രാവിലെ നമ്മൾ മേടിച്ച മീൻ വെട്ടാനുണ്ട്. അച്ഛൻ്റെ ഡാൻസ് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അമ്മയും ഏട്ടനും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് ഞാൻ മത്തിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടല്ലോ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര തലവേദന. അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസോ ഒക്കെ അറ്റൻഡ് ചെയ്താലോ. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയിട്ട് നല്ല സൗണ്ടിൽ പാട്ടെല്ലാം കേട്ട് അവിടുത്തെ ബഹളം എല്ലാം കൂടി ആയപ്പം എനിക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ തലവേദനയായിരുന്നു കേട്ടോ. അതൊന്ന് കുറഞ്ഞ് ഓക്കെ ആയി വന്നപ്പോഴാണ് ഇന്നത്തെ ഈ പരിപാടി. അപ്പം എന്താവും അറിയത്തില്ല. ചിലപ്പോൾ നാളെ പൊങ്ങാൻ പറ്റത്തില്ല, അത്ര തലവേദനയാണ്. ചിലപ്പം ഇന്നിപ്പോൾ മരുന്ന് കഴിച്ചാൽ അത് മാറാം. ഈ പണിത്തിരക്കിനിടയ്ക്ക് എല്ലാവരും മാറി മാറി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം അച്ചൂട്ടൻ്റെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിന്ന് മീൻകറി വയ്ക്കാനുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി അങ്ങനെയുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. മീൻ വറക്കാനുള്ളതെല്ലാം അരച്ച് പെരട്ടി സെറ്റാക്കി അതും വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും വേഗം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടാക്കി ഉലുവയൊക്കെ ഇട്ട് ഉലുവ പൊട്ടി വന്നപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം ചേർത്ത് എല്ലാം വഴറ്റി നമ്മുടെ മീൻകറി സെറ്റാക്കി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിനി ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഒരടുപ്പിൽ മീൻ വറക്കാനും വെച്ചു. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും അനീത്തിയും ഹസ്ബൻഡും കൊച്ചുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അവർക്ക് ഇത്തിരി കട്ടൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അനീത്തിയുടെ ഹസ്ബൻഡിന് കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ കട്ടൻ ചായ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
ആ ഒരു സമയത്ത് അച്ചൂട്ടനും പൊന്നൂസും കാശിക്കുട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ ചിറ്റയാണെങ്കിൽ വന്നപ്പോൾ എന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിലായിരുന്നു കേട്ടോ പൊന്നൂസും അച്ചൂട്ടനും ഒക്കെ. അവർക്ക് ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കാശിക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവം പോലെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പണിയെല്ലാം ഒതുക്കി തീർത്ത് ഞാനും അനിയത്തിയും എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കയറി കിടന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.